സാറേ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് എന്തുകൊണ്ടാണ് മാധ്യമങ്ങളോട് ഇത്ര വൈരാഗ്യം? അദ്ദേഹം ഇന്നലെയും 24 ചാനലിൻ്റെ ഒരു റിപ്പോർട്ടറെ മുറിയിൽ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി ഒരു ചോദ്യം ചോദിച്ചത്. അദ്ദേഹത്തിന് എന്താണ് ഈ പ്രശ്നം? എന്താണ്? സാധാരണ ഈ മന്ത്രിമാരായാലും മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും രാഷ്ട്രീയ ചോട്ടാ നേതാക്കന്മാരായാലും എപ്പോഴും ഈ മാധ്യമ പ്രവർത്തകരോടൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിരിക്കും. അതാണ് മുൻകാലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ജവഹർലാൽ നെഹ്റു തന്നെ ഈ ശങ്കേഴ്സ് വീക്കിലൊക്കെ കാർട്ടൂണൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹം അന്ന് ശങ്കരനോട് അല്ലേ ചോദിക്കുമായിരുന്നു, ഇപ്പം എന്നെക്കുറിച്ചുള്ള വരയൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ആ പരിഹാസത്തെയൊക്കെ അവർ കാണേണ്ട രീതിയിലാണ് കണ്ടിരുന്നത്. കേരളത്തിൽ ഉമ്മൻചാണ്ടി EK നായനാർ എത്ര സൗഹൃദത്തോടെയാണ്, നർമ്മം കലർത്തിയാണ് സംസാരിക്കുന്നത്. ഇപ്പം ഇദ്ദേഹത്തിന് മാധ്യമപ്രവർത്തകരോട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വയ്യെങ്കിൽ ഒന്നുകിൽ പ്രതികരിക്കാതെ പോവുക, അല്ലെങ്കിൽ ഞാൻ ഈ വിഷയത്തിൽ പറയുന്നില്ല, ഇപ്പോൾ എനിക്കൊന്നും പ്രതികരിക്കാനില്ല, ഞാൻ പിന്നീട് കാണാം, തീർന്നു, ഇങ്ങനെ പറഞ്ഞാൽ പോലെ. എന്നിട്ട് ഒരാളെ മാത്രം അകത്തേക്ക് വിളിച്ചു വരുത്തി കയർക്കുക. ഇതാരാണ്? കോടതിയാണോ സുരേഷ് ഗോപി? അത് ഇപ്പോഴും അഭിനയിക്കുകയാണ് ജീവിതത്തിൽ. സുരേഷ് ഗോപി അദ്ദേഹം അഭിനയിച്ച സിനിമ കഥാപാത്രങ്ങളുണ്ടല്ലോ, ഭരത് ചന്ദ്രൻ IPS എന്നൊക്കെ പറഞ്ഞ് അതാണ് വലിയ ഹിറ്റായത്. പോടാ പുല്ല് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ ഇപ്പോഴും ആ രീതിയിലാണ്. ആ ഹാങ് ഓവർ വിട്ടിട്ടില്ല എന്നുള്ളതാണ്. അത് അഭ്രപാളികളിലാണ്, അല്ലാതെ അതിൽ നിന്നൊക്കെ ഇറങ്ങണം. ജീവിതത്തിൽ ഇറങ്ങി വരുമ്പോൾ പിന്നെയും സിനിമയിലെ കഥാപാത്രങ്ങൾ വെച്ചുകൊണ്ടിരുന്ന എന്ത് ചെയ്യും? അപ്പോൾ വില്ലൻ കഥാപാത്രങ്ങളായിട്ടുള്ളവരൊക്കെ ജീവിതത്തിൽ അതുപോലെ കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? സൗമ്യമായിട്ട് സംസാരിക്കണ്ടേ? ഇദ്ദേഹത്തിൻ്റെ പല വിഷയങ്ങളിലും ഇടപെടുന്നുണ്ട്. തുടർച്ചയായിട്ടാണ് തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകരെ തള്ളുന്ന ഒരു സാഹചര്യം. ഇപ്പം തൃശ്ശൂരിലെ കരുവന്നൂർ ബാങ്ക് പ്രശ്നങ്ങളിലൊക്കെ നല്ല ഇടപെടലുണ്ടായി. കേന്ദ്രത്തിനെ ധരിപ്പിക്കേണ്ട രീതിയിൽ പല വിഷയങ്ങളും ധരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വഖഫ് പ്രശ്നമായാലും അത് ആ പ്രശ്നത്തെ ചൊല്ലിയുള്ളതാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതിനപ്പുറം ഇദ്ദേഹത്തിൻ്റെ ചില ഈ ചേഷ്ടകൾ, ഇദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ശരിയല്ല എന്നുള്ളതേ ഉള്ളൂ. ഒരാളുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ ഒന്ന് സൗമ്യമാകുന്നതിന് എന്താണ് കുഴപ്പം? ഒരു കേന്ദ്രമന്ത്രിയാണ്, അദ്ദേഹം വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പൊതു ഇടങ്ങളിൽ സംസാരിക്കാൻ എത്തുമ്പോൾ ധാരാളം പൊതുജനങ്ങൾ അവിടെ വരും. ചിലപ്പോൾ ആ സമയത്തായിരിക്കും ഒരു നിവേദനം കൊടുക്കാൻ ചെല്ലുന്നത്. അങ്ങനെയുള്ളെങ്കിൽ അദ്ദേഹം ഇവരെ തട്ടിമാറ്റുമോ? ഞാൻ ജോർജ് കുര്യനെ കണ്ടിട്ടുണ്ടല്ലോ. ജോർജ് കുര്യൻ വോട്ട് വാങ്ങിച്ചു പോയതല്ല, അദ്ദേഹം രാജ്യസഭാ മെമ്പറാണ്. എന്തോ ആവട്ടെ, അദ്ദേഹവും കേന്ദ്രമന്ത്രിയാണല്ലോ. അദ്ദേഹം തനി രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം കാര്യങ്ങൾ മുഴുവൻ അറിയാവുന്ന ആളാണ്. എത്രയോ പേരുടെ കൂടെ നിന്ന് ജോലി ചെയ്തിട്ടുള്ള ആളാണെന്നറിയാമോ? ഇതെന്താണ്? ഞാൻ സിനിമയിൽ നിന്നാണ്, വെള്ളിത്തിരയിലെ നായകനാണ് എന്നുള്ള മട്ടിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആരും വകവയ്ക്കും? ഇതൊരു ശരിയായ രീതിയല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ആൾക്കാർ നിവേദനം കൊടുക്കും. അത് വളരെ സൗമ്യമായിട്ടത് വാങ്ങി PA കൂടെ ഉണ്ടാകും, അത് ഹാൻഡ് ഓവർ ചെയ്യുക. ചിലപ്പോൾ ആർക്കെങ്കിലും നിവേദനമല്ല, എന്തെങ്കിലും 2 വാക്കൊന്ന് നേരിട്ട് പറയാനുണ്ടാകും. BJPക്ക് തലവേദനയാണോ? BJPക്ക് തുടക്കം മുതൽ തന്നെ സംസ്ഥാന ഘടകവും ഇദ്ദേഹവുമായിട്ട് ചേരുന്നില്ലല്ലോ. കാരണം BJPക്ക് ഒരു കേഡർ പാർട്ടി സ്വഭാവമുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം സ്വയം നടത്തിയ ആളാണ് സുരേഷ് ഗോപി. തൃശ്ശൂർ ഞാനിങ്ങെടുത്തു, തൃശ്ശൂർ എന്നെ എടുത്തു, തൃശ്ശൂർ ഞാൻ മറിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു കേളി കൊട്ടുയരുമ്പോൾ അമിത്ഷായും ഒക്കെ അവിടെ തേക്കിൻകാട് മൈതാനത്തിൽ വന്നൊരു വലിയ യോഗമുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അമിത്ഷായൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു മാസ് എൻട്രി. ഞാനങ്ങ് തൃശ്ശൂരിൻ്റെ അധിപനാണ് എന്ന് പറഞ്ഞൊക്കെ. ആയിക്കൊള്ളട്ടെ, തൃശ്ശൂർ എടുത്തോ, തൃശ്ശൂർ അങ്ങ് തന്നിരിക്കുകയാണല്ലോ. അപ്പം ഇപ്പം തൃശ്ശൂരുകാർക്കും എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തെ സമീപിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് പലർക്കും പല കാര്യങ്ങളും പറയാനുണ്ടാകും. അത് നിന്ന് കൊടുക്കണം. പിന്നെന്തിനാ ഈ MP ആകുന്നത്, മന്ത്രിയാകുന്നത് എന്തിനു വേണ്ടിയാ? ഇദ്ദേഹത്തിന് സിനിമയിൽ തന്നെ ഇരുന്നാൽ പോരെ?
വെള്ളിത്തിരയിൽ നിന്ന് ഇറങ്ങണ്ടല്ലോ. ജനങ്ങളുടെ ആവശ്യം പൂർത്തീകരിക്കാനാണല്ലോ ഈ മന്ത്രിസ്ഥാനം. ഇദ്ദേഹം ഇപ്പോഴും ഈ കാരവാനിനകത്ത് സഞ്ചരിക്കുന്ന ആളാണ്. ഞാൻ ഇങ്ങനെ ഭൂമിയിലേക്ക് പിന്നെ ഇറങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഈ സിനിമ ലൊക്കേഷനിൽ കുറേ ജാടകൾ കാണിക്കും കേട്ടോ. ഈ സിനിമാ പുങ്കവന്മാരെന്ന് പറയുന്ന എല്ലാ അഹങ്കാരികളാണ്. ഇവന്മാരുടെ വിചാരം ഇവന്മാരെന്താ കൊമ്പത്തെ ആൾക്കാരാണെന്നാണ്. ഇവന്മാർ പ്രൊഡ്യൂസർമാരെ കുളിപ്പിച്ച് കിടത്തുന്നവന്മാരാണ്. പണ്ട് സുരേഷ് ഗോപി സിനിമാ ഷൂട്ടിങ്ങിന് ചെന്ന് കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന സമയത്ത് ഹോട്ടലിൽ മിനറൽ വാട്ടറിലെ കുളിക്കുകയുള്ളായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഞാൻ മാത്രമല്ല, എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പോകുമ്പോൾ പ്രൊഡ്യൂസർ കുത്തുപാള എടുക്കത്തില്ലയോ? പിന്നെ പോട്ടെ, പ്രൊഡ്യൂസറെ കുത്തുപാള എടുപ്പിച്ച് ഇത് ഈ പൊതുജനത്തെ ഒരുതരം കഴുതയാക്കുന്ന ഏർപ്പാടല്ലേ. 7 നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് പാർലമെൻറ്റിൽ എത്തിയിരിക്കുന്ന ജനപ്രതിനിധിയാണ്. തൃശ്ശൂരിൽ വന്നിറങ്ങുമ്പോൾ പലർക്കും പല കാര്യങ്ങൾ പറയാനുണ്ടാകും. അത് കേൾക്കണം. തിരക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ബദൽ സംവിധാനം ഒരുക്കണം. ഇദ്ദേഹവും പിണറായി വിജയനും തമ്മിൽ എന്താ വ്യത്യാസം? പിണറായി വിജയൻ പറയുന്നു കടക്കു പുറത്ത് നിവേദനം തരാൻ വരുന്നവനെ തട്ടിമാറ്റുന്നു. ഇതേ സ്വഭാവം കാണിച്ചാൽ അതിനെയാണല്ലോ കോൺഗ്രസ് ആയാലും BJP ഒക്കെ എതിർക്കുന്നത്. ആ സ്വഭാവത്തെയാണല്ലോ. അപ്പൊ BJPയിൽ തന്നെ ഇത്തരത്തിലുള്ള സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ എന്താണ്? BJPക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. BJP കേരള ഘടകത്തിനൊന്നും ഇദ്ദേഹത്തെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഇദ്ദേഹം സിനിമയിൽ പോകും, ഞാൻ സിനിമയിൽ അഭിനയിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്നോടൊപ്പം തന്നെ ഞാനൊരു കാരവാനിൽ വരും, പിന്നെ എൻ്റെ ഉദ്യോഗസ്ഥന്മാരും സഹപ്രവർത്തകരും വേറൊരു കാരവാനിൽ വരും, മുഴുവൻ സജ്ജീകരണങ്ങളും ഒരുക്കണമെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എന്താണ്? സിനിമാ സെറ്റിന് സമീപം ഓഫീസ്, കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് നിർമ്മിക്കാം. മര്യാദയ്ക്കും 4 ദിവസം ഡൽഹിയിൽ ഉണ്ടായിരിക്കണമെന്ന് പിന്നെ നരേന്ദ്രമോദി അമിത്ഷായും പറഞ്ഞിരിക്കുകയാണ്. ഇതെന്താ ചില്ലറകൾ? ഇദ്ദേഹം എന്താ വിചാരിച്ചിരിക്കുന്നത്? സിനിമയെ പോലെ പിന്നെ ഡേറ്റ് വാങ്ങിച്ചിട്ട് ആ സമയത്ത് ചെല്ലുന്ന പോലൊന്നും അല്ല. കേന്ദ്രമന്ത്രിയാണ്, ജനപ്രതിനിധിയാണ്. BJP എന്ന് പറയുന്ന ആ പാർട്ടിയുടെ ഒരു സംവിധാനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത് RSS ആണ്, അല്ലാതെ ഈ സിനിമ കൊഞ്ഞാണന്മാരൊന്നും അല്ല. അത് മനസ്സിലാക്കണം. സുരേഷ് ഗോപി പിന്നെ ഇത്തരത്തിൽ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നരേന്ദ്രമോദി അമിത്ഷായും ഒക്കെ ആയിട്ടൊരു ബന്ധമുണ്ടാക്കി കേന്ദ്രത്തിലേക്ക് നേരിട്ടങ്ങ് പോയി. ഇദ്ദേഹത്തിന് കേന്ദ്രത്തിൻ്റെ ഒരു നേരിട്ടുള്ള ഇടപാടാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഞാൻ തൃശ്ശൂർ എടുത്തു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നടന്നത്. അത് നരേന്ദ്രമോദി തന്നെ പലതവണ പ്രചരണത്തിന് എത്തിയിട്ടുണ്ട് തൃശ്ശൂർ. അത് ഈ ബന്ധം കൊണ്ടാണല്ലോ. തൃശ്ശൂർ അപ്പോൾ അവർക്ക് മനസ്സിലായി തൃശ്ശൂർ പിന്നെ അക്കൗണ്ട് തുറക്കാൻ കഴിയും എന്നുള്ളത്. 2019 തോൽവിക്ക് ശേഷം ഇദ്ദേഹം 5 വർഷം ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നിന്നു. അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നുണ്ട്. നിയമസഭയുണ്ട്. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ വേണം നിൽക്കേണ്ടത്. ആ മാതൃകയാണ് എടുക്കേണ്ടതെന്ന് ശോഭാ സുരേന്ദ്രനും മറ്റ് പലരോടും പറയുകയുണ്ടായി. അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ഇനിയും 2029 ആലപ്പുഴ മണ്ഡലത്തിൽ തന്നെ തുടരാൻ ആ തരത്തിലുള്ള പ്രവർത്തനവുമായിട്ട് അവിടെ നിൽക്കുകയാണ്. അത് വേണ്ടതാണ്. പക്ഷെ മന്ത്രിയായി കഴിഞ്ഞപ്പോഴും അതിനു മുമ്പും ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ശരീരപ്രകൃതവും വരുന്നവരെയൊക്കെ തട്ടിമാറ്റുക. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുക്കാൻ ചിലപ്പോൾ മന്ത്രിമാർക്കോ രാഷ്ട്രീയക്കാർക്കോ സാധിച്ചെന്ന് വരില്ല. ഇപ്പോൾ എനിക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല. ഒരു പത്രപ്രവർത്തകനെ മുറിയിൽ വിളിച്ചിട്ട് അയാളെ ശാസിക്കുക, ഇതെന്താ? ഇത് വെള്ളരിക്കപ്പെട്ടണോ? ഈ പത്രപ്രവർത്തകരെന്ന് പറയുന്നത് എന്താണ്? വെറും അടിമകളാണ്. അപ്പോൾ ഈ കൃഷ്ണദാസും ഈ സുരേഷ് ഗോപിയും തമ്മിൽ എന്താ വ്യത്യാസം? പാലക്കാട് കൃഷ്ണദാസ് എന്താണ് പറഞ്ഞാൽ നായ്ക്കള ആയിട്ടല്ലേ പറഞ്ഞത്, വളരെ മ്ലേച്ഛമായ ഭാഷയിൽ. ആ മ്ലേച്ഛമായ സ്വരമാണോ BJPയുടെ ഒരു MP ആയിട്ടുള്ള സുരേഷ് ഗോപിയിൽ നിന്ന് വരേണ്ടത്? സിനിമയിൽ നിന്ന് താഴെ ഇറങ്ങുക, ആ ഹാങ് ഓവർ വിട്ടെങ്കിൽ മാത്രമേ. എനിക്ക് തോന്നുന്നില്ല ഈ സുരേഷ് ഗോപി 5 വർഷം തികയ്ക്കുമെന്ന്. എന്തെങ്കിലുമൊക്കെ വായിൽ നിന്ന് വിടുവായുത്വവും ഭരണഘടനാ വിരുദ്ധവുമായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഉള്ള സീറ്റും കൂടെ പോയി BJPക്ക് കട്ടയും ബോർഡും മടക്കി അവിടെ വെക്കാം. ആ സ്ഥിതിയിലാക്കുമെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇനിയൊരു 5 വർഷം കഴിഞ്ഞ് വരുന്ന 2029 ഇലക്ഷനിൽ പരാജയപ്പെടും സുരേഷ് ഗോപി. അങ്ങനെ ഞാൻ പറയത്തില്ല. കാരണം അവിടെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ, BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രവർത്തകർക്ക് ഇത്തരം ഒരു പ്രവർത്തകർക്ക് ഉണ്ട്. ആ പ്രവർത്തകർക്ക് ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള പെരുമാറ്റം
ശ്രീജിത്തെ ഒരു പ്രധാന ഘടകമല്ലേ? ശ്രീജിത്ത് ഇപ്പോൾ എന്നോട് പെരുമാറുന്ന ഒരു രീതി, ഞാൻ ശ്രീജിത്തിനോട് പെരുമാറുന്ന ഒരു രീതി, അതൊക്കെ ഒരു പ്രധാന ഘടകമല്ലേ? ഇപ്പോഴും നമുക്ക് ചില ആൾക്കാരെ, നേതാക്കന്മാരെയൊക്കെ പാർട്ടി ഭേദമന്യേ എടുത്തു പറയാമല്ലോ. ഇപ്പം നേരത്തെ ശ്രീജിത്ത് ഉമ്മൻചാണ്ടിയുടെ കാര്യം പറഞ്ഞു, അതുപോലെ ഞാൻ പറയുന്നു അച്യുതമേനോൻ, PK വാസുദേവൻ, കേന്ദ്രമന്ത്രി സഭയിൽ തന്നെ ജോർജ് കുര്യനെ മാതൃകയാക്കൂ. ജോർജ് കുര്യനെ പോയി കണ്ടുപിടിക്കാൻ പറ, അതാണ് വേണ്ടത്. അല്ലാതെ ഞാൻ ഭരത്ചന്ദ്രനോ പിന്നെ IPS-കാരൻ, മറ്റേ സിനിമയിലെ കഥാപാത്രം, പിന്നെ വേറെ കുറേ എന്തൊക്കെ ഗോഷ്ഠിയാണ് ഇദ്ദേഹം കാണിക്കുന്നത്. ആ ഗോഷ്ഠിയൊന്നുമല്ല ജനത്തിന് വേണ്ടത്. ജനങ്ങളുടെ പ്രശ്നം കേൾക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ്. ആ പത്രക്കാർ വന്നാൽ അതിൻ്റേതായ ഭാഷയിൽ സംസാരിക്കുക.